ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീറ്റ് പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ ലാഘവത്തോടെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. വീറ്റ് പൊറോട്ട, ഗോതമ്പ് പൊറോട്ട അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിത് കാച്ചിയ പാലാണ് ചേർക്കുന്നത്. നേരത്തെ കാച്ചി വെച്ചിട്ട് അത് ആറിയ പാലാണ് ഇതിലേക്ക് ഒഴിച്ചത്. ചൂടോടെ പാല് മുട്ടയിലേക്ക് ഒഴിക്കരുത്, ചൂടാറിയ ശേഷമേ ഒഴിക്കാവൂ. അതിനുശേഷം ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്കുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഗോതമ്പ് പൊടിയാണേലും കുഴപ്പമില്ല. ഞാനൊരു ടീസ്പൂൺ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി 2 കപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഗോതമ്പ് പൊടിയാണേലും കുഴപ്പമില്ല. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്ക് വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. വേറെ നമ്മൾ ഒരുപാട് കുഴയ്ക്കുകയൊന്നും വേണ്ട. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഞാനിത് കുഴച്ചെടുക്കുവാണ്. നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഇത് അകത്തേക്ക് നമ്മളിങ്ങനെ ആക്കി കുഴയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും മാവ്. നമ്മൾ സാധാരണ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി. നമ്മൾ ചുറ്റിയിൽ നിന്നൊക്കെ മാവ് നടുക്കോട്ട് ആക്കിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കുഴയ്ക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് വരും. ഇവിടെ അതുപോലെ ഞാൻ പൊറോട്ടയ്ക്കും ഞാൻ ആ രീതിയിലാണ് കുഴയ്ക്കുന്നത്. സാധാരണ കുഴയ്ക്കുന്ന പോലെ തന്നെ ഞാനിത് കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അകത്തേക്കാക്കി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് നമുക്ക് എണ്ണ തൂത്തിട്ട് നമുക്കിതൊന്ന് ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് അടച്ചു വെക്കാം. ഞാനിത് 1 മണിക്കൂറാണ് ഇത് അടച്ചു വെച്ചത്. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നനഞ്ഞ തുണി ഇട്ടിട്ട് 1 മണിക്കൂർ നമ്മളിതൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് തേക്കാനുള്ള എണ്ണ കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേച്ച് കൊടുക്കുന്നത്. ഈ 2 നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചെറിയതായിട്ട് നമുക്ക് ഓരോ ചെറിയ സ്പൂണിൽ നമുക്ക് എടുത്തിട്ട് ഈ നമ്മൾ പരത്തുന്ന പൊറോട്ടയുടെ മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാവ് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ 3 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് 13 ഗോതമ്പ് പൊറോട്ടയോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ഗോതമ്പും അതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയ ബോളുകളായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം.
നമ്മൾ ചപ്പാത്തിയുടെ മാവ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലാണ് ഞാൻ ഈ മാവ് എടുത്തേക്കുന്നത്. ഞാൻ മാവെല്ലാം മുറിച്ച് വെച്ചത് ഞാൻ ജസ്റ്റ് ഇപ്പോഴൊന്ന് ഉരുളകളാക്കി എടുക്കുകയാണ്. നമ്മൾ ഈ ഉരുളകളാക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് അകത്തേക്ക് മാവ് വലിച്ച് വെച്ചിട്ട് അതിന് ശേഷം നമുക്കതൊന്ന് ബോളുകളാക്കാം. ഞാനിവിടെ കാണിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ വെളിയിൽ നിന്ന് മാവ് ഇങ്ങനെ ഇതേപോലെ അകത്തേക്കാക്കി നമുക്കതിന് ശേഷം ഒന്ന് ബോളാക്കി വെക്കാം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ മാവും നമുക്കിതുപോലെ നമുക്കൊന്ന് ബോളുകളാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ബോളുകളുടെ മുകളിൽ നെയ്യ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണ നമുക്കൊന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ച് അതിൻ്റെ മുകളിലൊന്ന് ലേശം ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ബോളുകളിലും ഞാൻ ഈ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ നനഞ്ഞ തുണി അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇനി ഞാൻ കൂടുതൽ സമയം വെക്കുന്നില്ല, ഓരോന്നെടുത്ത് ഉണ്ടാക്കുകയാണ്. അത് അടച്ച് വെച്ചത് നമ്മൾ തുറന്നു വെച്ചിരുന്നാൽ മാവ് കാറ്റടിച്ച് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ തുണിയിട്ട് അടച്ച് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പലക വലിയ ചപ്പാത്തി പലകയാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ തടിയുടെ എന്തെങ്കിലും വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. എൻ്റെ ചപ്പാത്തി പലക ചെറിയ ചപ്പാത്തി പലകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കുന്നത്. നമുക്ക് ഇത് മാക്സിമം നമുക്ക് വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കണം. നമുക്ക് ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ ചെറിയ അളവിലല്ലേ പരത്തുന്നത്. ഇത് നമ്മൾ മാക്സിമം നമുക്ക് ആ മാവ് എത്രയും വലുപ്പത്തിൽ പരത്തിയെടുക്കാമോ അത്രയും വലുപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് മാക്സിമം വലുപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ കോരി ഒഴിക്കണ്ട. നമ്മൾ ഈ ബ്രഷിനകത്തൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. നമ്മൾ ഈ സാരിക്കൊക്കെ പ്ലീറ്റ് മടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അതൊന്ന് ചുരുട്ടിയെടുക്കാം. നമുക്ക് ഈ രീതിയിൽ ഇതൊന്ന് മടക്കിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമ്മൾ ഒരറ്റം ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയിങ്ങ് എടുത്താൽ മതി. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരുപാട് വീശിയോ അടിക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മറ്റേ അറ്റം താഴെ കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ മുകളിലും അല്പം എണ്ണയൊന്ന് തടവിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബോളെല്ലാം നമുക്കിതുപോലൊന്ന് ആക്കി വെക്കാം. അതും നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുന്നതും ആ നനഞ്ഞ തുണി വെച്ചൊന്ന് മൂടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേന് അത് ഉണങ്ങിപ്പോവും. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ നല്ലതായിട്ട് ഇതൊന്ന് പരത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ വിതറിയിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതിപ്പം ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് പൊറോട്ട നല്ല ലെയറായിട്ട് തന്നെ വരും. ഇപ്പം ഇങ്ങനെ ചുരുട്ടിയിട്ട് മറ്റേ അറ്റം കൊണ്ടുവന്ന് താഴെ വെച്ച് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓയിൽ തടവി നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കല്ലിൽ നമുക്ക് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കല്ല് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കല്ലിൽ ഇടുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്നത് കൈ വെച്ച് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വലുതാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കല്ലിലിട്ട് ചുട്ടെടുത്താൽ മതി.
ഒന്നുകിൽ നമുക്ക് ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കാം. അതിലും നല്ലത് നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നതാണ്. ഞാനിവിടെ ഇപ്പം ചപ്പാത്തിയുടെ കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട എടുത്തിട്ടു. ഇനി നമ്മൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് മറിച്ചിടുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ എണ്ണ നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം മാവ് കുഴയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ എണ്ണ ഉപയോഗിച്ച് അതിന് ശേഷം വീണ്ടും നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ തടവി വെച്ചു. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം വളരെ കുറച്ച് ഓയിലേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ലെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. സാധാരണ നമ്മളിത് ചെയ്യാറില്ല, കാരണം ഇത് വലിയ പ്രൊസീജിയറാണ്. പൊറോട്ട ഉണ്ടാക്കുന്നത് ഒരു വലിയ പ്രൊസീജിയറാണെന്നൊക്കെ വെച്ച് നമ്മളിത് ഉണ്ടാക്കാൻ മടിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.